ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു അടിപൊളി ബീഫ് ബിരിയാണി റെസിപ്പിയാണ്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ബിരിയാണി തന്നെയാണ്. അപ്പോൾ ഞാനിത് ഏകദേശം 2 കിലോൻ്റെ അടുത്ത് റൈസിൻ്റെ ഒരു ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ബീഫ് എടുക്കുമ്പോൾ നമ്മൾ എല്ലോട് കൂടിയിട്ടുള്ള പീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അടിപൊളിയായിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ബിരിയാണി നമുക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കി നോക്കാമെന്നൊക്കെ ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞല്ലോ 2 കിലോനാണ് ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കിലോ തന്നെയാണ് കേട്ടോ ബീഫ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബിരിയാണിക്കൊക്കെ നമ്മൾ ബീഫ് കട്ട് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം വലിയ പീസ് വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ തീരെ ചെറുതാക്കിയിട്ടൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ബീഫൊക്കെ വെന്തുടഞ്ഞു പോകും റൈസിൻ്റെ കൂടെ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഈ ഒരു വലുപ്പത്തിലുള്ള പീസ് വേണം കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ഒക്കെ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ബീഫ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ ഒരു ടൈമിൽ നമ്മൾ പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ മസാലയിലും റൈസിലും ഒക്കെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പും കുരുമുളകും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ആണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഏകദേശം 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ അത്യാവശ്യം കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം മഞ്ഞൾപ്പൊടി കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നശിച്ചു പോകാനും അങ്ങനെയൊക്കെ പറയണേക്കാം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബീഫ് അങ്ങോട്ട് വേവിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഉള്ളിയും പച്ചക്കറിയും സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 10-15ഓളം ചെറിയ സവാള എടുത്തിട്ടുണ്ട്. വലിയ സവാള ആണെങ്കിൽ 5-8 ഒക്കെ മതി. അപ്പോൾ ഇത് അത്യാവശ്യം ചെറുതായതുകൊണ്ടാണ് 10-15 എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവൻ നമ്മൾ മസാല ആക്കല്ല, കുറച്ച് നമ്മൾ സവാള പൊരിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര ക്വാണ്ടിറ്റി സവാള എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ തന്നെ എടുക്കണം, കാരണം നമ്മൾ 2 കിലോ റൈസാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ 10-15ഓളം പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു 20 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 ഇഞ്ച് വലുപ്പമുള്ള ഒരു ഇഞ്ചിയുടെ പീസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്രയും നമ്മൾ എടുക്കണം കേട്ടോ, എങ്കിലാണ് ചോറിന് ഒരു പെർഫെക്റ്റ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനുള്ള സവാള കുറച്ച് നേരിയതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനുള്ളത്. മസാലക്കുള്ളതും പിന്നെ അരിയാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതാ സവാളയും തക്കാളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഞാനൊരു 10ഓളം തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി. അപ്പോൾ അതും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പൊരിക്കാനുള്ള സവാള വേറെയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അല്ലാണ്ട് അരഞ്ഞു പോകണ്ട കേട്ടോ, ബിരിയാണിക്ക് എപ്പോഴും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ മസാലയൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും അരിഞ്ഞിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത് നമ്മളൊന്ന് അരിഞ്ഞിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഏകദേശം റെഡിയായി. ഇനി നമുക്കിതെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാനുള്ള പരിപാടി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ വേവിക്കാൻ വെച്ച ബീഫും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ബീഫ് വേവിക്കുമ്പോൾ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ അടിക്ക് പിടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീരെ അടിക്ക് പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബീഫ് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ബീഫും കാര്യങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മസാല വാട്ടിയെടുക്കുന്നത് നമ്മൾ കുക്കറിലാണ്. അപ്പോൾ കുക്കറിൽ വാട്ടിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ഒരുപാട് ടൈം എടുത്തിട്ട് നമ്മൾ ഉള്ളിയൊക്കെ നല്ല വാടി കിട്ടണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഈ കുക്കറിലാകുമ്പോൾ ഒരു 5-6 വിസിലുകൊണ്ട് തന്നെ സംഭവം നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയും കാര്യങ്ങളൊക്കെ ഒപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി സംഭവം നമ്മൾ മാറ്റി വെക്കണം, ഇത് വെന്ത് വന്നതിൻ്റെ ശേഷമാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഉള്ളി തക്കാളി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അടിക്ക് പിടിക്കാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഫസ്റ്റത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ അടുപ്പിക്കാൻ. എന്തായാലും 1/4 ഗ്ലാസ് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നതിൻ്റെ ശേഷം നമ്മൾ ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടുപ്പിക്കുക. അതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 5 വിസിലും കൂടി അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വഴണ്ട് വരും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാകും. അത് നമ്മൾ വേറൊരു പാനിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറ്റിച്ചെടുത്താൽ മാത്രം മതി. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഉള്ളിയും തക്കാളിയും വാട്ടുന്നതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അത് നമുക്ക് റെഡി ആവാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇതിന് വേറൊരു പാത്രത്തിൽ നമുക്ക് കുറച്ച് ഓയിലും നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം മാറ്റി വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്യാൻ വെച്ച സവാള നമുക്ക് ഈ ഒരു ടൈമിൽ പൊരിച്ച് മാറ്റി വെക്കുക. അതാകുമ്പോൾ ആ പണിയും ചെയ്ത് തീരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചോറ് വേവിക്കാനുള്ള വെള്ളം റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഊറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് ഇത്ര കണക്കും കാര്യങ്ങളൊന്നുമില്ല. അല്ല നമ്മൾ വറ്റിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചോറ് വേവേറും അല്ലെങ്കിൽ വേവ് കുറയും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാനിപ്പോൾ എന്തായാലും ഊറ്റിയെടുക്കുകയാണ്, വറ്റിച്ചെടുക്കുകയല്ല.
അപ്പോൾ ചോറ് വേവിക്കാൻ എടുത്ത പാത്രത്തിൽ ഞാനിപ്പോൾ അതാ ഒരു 2 ടീസ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ, നമ്മുടെ കയ്യിലുള്ള ഓൾ സ്പൈസസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ഒരു ചെറിയ പീസ് മാഗി ക്യൂബിൻ്റെ പൗഡർ ആയതുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല, പക്ഷേ എങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളിത് വരെയുള്ള എല്ലാത്തിലും ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചോറിൻ്റെ വെള്ളത്തിൽ ഒരു പൊടിക്ക് ഉപ്പ് മുന്നിലുണ്ടെങ്കിലാണ് ചോറിൻ്റെ ആ ഉപ്പ് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതുപോലെ ഈ കല്യാണ വീട്ടിലൊക്കെ ബിരിയാണി വെക്കുന്നവർ ചെയ്യുന്ന ഒരു ട്രിക്കാണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു മിക്സിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ചോറ് വേവിക്കുന്ന വെള്ളത്തിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കൽ. ഇനിയിപ്പോൾ നമുക്ക് ഇത് അടുപ്പിലേക്ക് വെക്കാം. അപ്പോൾ വെള്ളം നല്ല വെട്ടി തിളച്ചതിന് ശേഷം മാത്രം അരി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 കിലോനാണ് എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള അരി ജീരകശാല റൈസാണ്. അപ്പോൾ ബിരിയാണി വെക്കാൻ ഏറ്റവും നല്ലത് ജീരകശാല റൈസ് തന്നെയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ബർക്കത്ത് റൈസ്. ഈ 2 റൈസിലും ബിരിയാണി വെച്ചാൽ നല്ല കല്യാണ വീട്ടിലത്തെ ചോറ് പോലത്തെ റൈസ് നമുക്ക് കിട്ടും. അപ്പോൾ നല്ല അടിപൊളിയാണ് ഈ ബിരിയാണി റൈസ്. അപ്പോൾ ഞാൻ ജീരകശാല റൈസ് ഏകദേശം 2 കിലോന് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം വെട്ടി തിളച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും ഇതിൻ്റെ മസാല ഇതാ റെഡിയായി വന്നിട്ടുണ്ട്, വെള്ളം അതിൻ്റോടൊപ്പം തന്നെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറിട്ട് കൊടുക്കുന്നതിൻ്റെ സമയത്ത് തന്നെ വെള്ളം നല്ല വെട്ടി തിളക്കണം. നല്ല തിള വരുന്ന സമയത്തൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. നല്ല വെട്ടി തിളച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ ചോറ് ഒട്ടിപ്പിടിക്കലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വേവുന്ന സമയത്തൊക്കെ അടിപൊളിയായിട്ട് വെന്ത് കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം മാത്രം റൈസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല വെട്ടി തിളച്ചതിന് ശേഷം തന്നെയാണ് ഞാൻ റൈസ് ഇട്ട് കൊടുത്തിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഊറ്റിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, കുക്കറിൽ വെച്ച മസാല നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലാണ് ഇനി ദമ്മ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഈ വലിയൊരു പാത്രത്തിലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഇതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കാണുന്ന ഈ വെള്ളവും കാര്യങ്ങളൊക്കെ നമുക്ക് വറ്റിച്ചെടുക്കണം. അതുപോലെ തന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ മിക്സ് ഈ ഒരു ടൈമിൽ വേണം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതല്ല, ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ടൈമിലാണ് ഞാനിപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് പാകമായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിലേക്ക് പൊടികളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും ഇതാ ചോറ് ഇതാ ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ബീഫ് വേവിച്ച ഗ്രേവി ഇല്ലേ, അതിൻ്റെ വെള്ളം, ആ വെള്ളം നമ്മൾ കളയരുത്. അത് നമ്മൾ എന്തായാലും ഈ ചോറ് വേവിക്കുന്ന ടൈമിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ ദമ്മ് ചെയ്യുന്ന സമയത്തും കുറച്ച് ഒഴിച്ച് കൊടുത്താൽ ആ ബീഫിൻ്റെ ഫ്ലേവർ നല്ലോണം ഇറങ്ങി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ബിരിയാണിയിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ മസാലപ്പൊടികളായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ ബീഫ് മസാല എടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂണോളം ഗരം മസാല എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള മസാല പൗഡറുകൾ ഇട്ട. അപ്പോൾ ഇതുപോലെയൊക്കെ വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ മസാലയുടെ ആ പച്ച സ്മെല്ലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിലേക്ക് മല്ലിച്ചപ്പ് അരിഞ്ഞതും അരിഞ്ഞതും നമുക്ക് ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ ഒഴിച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ അങ്ങനെ കുറഞ്ഞ് വന്നിട്ടുണ്ടാവും കേട്ടോ. ആ ഒരു ടൈമിൽ വേണേൽ നമ്മൾ ഇലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഇല്ലേ, സവാള ഉണ്ട് കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്, അത്ര തന്നെ ബ്രൗൺ കളർ ആവണ്ട. അപ്പോൾ ആ സവാള നമുക്ക് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ നമ്മൾ ഫ്ലെയിം വെക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ മസാല ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ വെളിച്ചെണ്ണയും കാര്യങ്ങളൊന്നും നമ്മൾ തീരെ ഇതുവരെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. വെളിച്ചെണ്ണ അല്ല, ഓയിൽ. വെളിച്ചെണ്ണയിൽ ഞാൻ ബിരിയാണി ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഓയിലൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. ഓയിലും നെയ്യൊക്കെ ഉള്ളൊരു ബിരിയാണി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഒരു ടൈമിൽ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലും കാര്യങ്ങളൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും എൻ്റെ ചോറ് വെന്തുണ്ടായിരുന്നു. ചോറ് ഞാൻ ഊറ്റിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ചോറ് വാർത്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മസാല നമ്മൾ വേവിച്ച് വെച്ച ബീഫ് റെഡി ആയത് ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബീഫ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം നമുക്ക് പാകമായി എന്ന് കണ്ടാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. കാരണം നമ്മളൊന്ന് ദമ്മ് ചെയ്യുമല്ലോ, അപ്പോൾ വല്ലാണ്ട് വെള്ളം വലിയേണ്ട ആവശ്യമില്ല. ചെറിയൊരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ദമ്മ് ചെയ്യുന്ന സമയത്ത് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു പരിവായപ്പോഴേക്കും ഞാൻ ചോറ് ഈ മസാലയുടെ മേലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ്. എന്നിട്ട് നമ്മൾ വേറെ അടുപ്പിലാണ് ഇത് ദമ്മ് ചെയ്യാൻ വെക്കുന്നത്. കാരണം ലോ ഫ്ലെയിമിൽ വേണമല്ലോ നമ്മളിത് ദമ്മ് ചെയ്തെടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. അതുകൊണ്ട് ഞാൻ ചോറിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ മല്ലിച്ചപ്പ് അരിഞ്ഞതും കുറച്ച് പുതിന അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് നെയ്യും പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇല്ല അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം
മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ദം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ നെയ്യിൽ വറുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനതൊന്നും പൊതുവെ ഇടാറില്ല, അപ്പോൾ ഇപ്രാവശ്യം ഒന്നും ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ നമുക്കിത് ഏകദേശം ഒരു അരമണിക്കൂറോളം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ച് ദമ്മ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡിയായി വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ച് ഗരം മസാലൻ്റെ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, കാരണം ഒരു ടീസ്പൂണോളം ഗരം മസാല നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എല്ലാം കൂടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്തെടുക്കുക. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡിയായി വരും. അപ്പം ഞാനിപ്പോൾ ഈ റൈസ് ചെയ്തെടുത്തിട്ടുള്ളത് പെരുന്നാൾക്ക് എടുത്ത വീഡിയോ ആണ്, പക്ഷെ അപ്ലോഡ് ചെയ്യാൻ വൈകിപ്പോയതാണ്. പെരുന്നാൾക്ക് വെച്ച ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ എളുപ്പത്തിൽ കുക്കറിലൊക്കെ ആയതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് മസാല ഉണ്ടാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കാരണം നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സൈഡായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളെ കച്ചമ്പറില്ലേ, തൈരിട്ടിട്ടുള്ള സവാള, അതാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടായിരുന്നു, അതെല്ലാം കൂട്ടിയിട്ട് പിന്നെ കുറച്ച് അച്ചാറും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി കല്യാണ ബിരിയാണി പോലത്തെ ബിരിയാണി തന്നെ ആയിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.